ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങള് 1927 ഈ ഉല്ലല ഓങ്കാരേശ്വരം ക്ഷേത്രത്തിൽ വന്ന് പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ഭഗവാന്റെ ദിവ്യാനുഗ്രഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ധന്യമായിരിക്കുന്ന പുണ്യഭൂമിയിൽ നമ്മുടെ പ്രാർത്ഥന തുടങ്ങുന്നത്, പ്രാർത്ഥന നമ്മൾ സമാരംഭിക്കുന്ന ചതയ പ്രാർത്ഥനയായിട്ട് ഉല്ലലയിൽ ആരംഭിച്ചു. ആ ആരംഭിച്ച പ്രാർത്ഥനയ്ക്ക് ഭഗവാന്റെ എല്ലാവിധ മംഗളകരമായ അനുഗ്രഹവും കാരുണ്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഭഗവാൻ ചൊരിഞ്ഞ് നമുക്ക് വേണ്ടുന്നതല്ല. ഇവിടെ വരുന്ന ഓരോ ജനങ്ങൾക്കും എന്തെല്ലാം ആവശ്യമുണ്ടോ, അവരെത്രയോ മനസ്സുകൊണ്ട് വിഷമിച്ചു വരുന്നു, അവർക്ക് വേണ്ടുന്നതെല്ലാം ഭഗവാൻ വേണ്ടതുപോലെ നൽകി അവിടുത്തെ കൃപ കൊണ്ട് ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഭഗവാൻ നിരന്തരം കാണിച്ചുകൊണ്ട് സമൃദ്ധിയോടുകൂടിയിരിക്കുന്ന ഒരു ധന്യ മുഹൂർത്തമാണ്. 25 വർഷമായി ഞാനിവിടെ നിന്ന് ഈ മഹാപുണ്യ മണ്ണിൽ നിന്നും ഭഗവാന്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് ചതയ പ്രാർത്ഥന നടത്തുവാൻ എനിക്ക് ഭഗവാൻ തന്ന കൃപ 25 വർഷമായി ഞാൻ ഇവിടെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഏതാണ് ഇത്തവണത്തെ ഉത്സവത്തിനും 1926 ഉത്സവത്തിനും ഈ സന്നിധിയിൽ നിന്ന് അത് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഭാഗ്യം ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിളക്കുപൂജ 12 വർഷമായി നമ്മൾ ഇവിടെ വിളക്കുപൂജ നടത്തുന്നു. വളരെ മഹത്വമായിട്ട് ആദ്യ കാലയളവിൽ 6000 വിളക്ക് വരെയൊക്കെ വെച്ച് നമ്മൾ ഗംഭീരമായിട്ട് പ്രാർത്ഥിക്കുകയും വന്നവർക്കൊക്കെ വളരെയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്നേഹവും സമ്പത്തും സൗഭാഗ്യങ്ങളും വീടും എന്ന് വേണ്ട എല്ലാം ഭഗവാൻ വന്ന് മനസ്സുകൊണ്ട് ചോദിച്ചവർക്കൊക്കെ കൊടുക്കുകയും അവസാനം ഭഗവാൻ കൊടുക്കുന്നത് ശ്രേയസ്കരമായിട്ടുള്ള പുണ്യമാണ് ഭഗവാൻ ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഭഗവാന്റെ തേജോഹരമായിരിക്കുന്ന ഒരു അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതിന് ഭഗവാൻ നമുക്ക് വേണ്ട അനുഗ്രഹം ചൊരിയണം എന്നാണ് നമ്മളിവിടെ വരുന്നവരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. പിന്നെ ഓങ്കാരേശ്വരം എന്ന് പറഞ്ഞാൽ ഓങ്കാര പ്രണവ പ്രതിഷ്ഠയാണ്. ഭഗവാൻ കണ്ണാടിയിൽ പ്രണവ പ്രതിഷ്ഠ നടത്തുകയും നമ്മൾ ലോകത്തിന് സുഖവും സമാശ്വാസവും എല്ലാം കൊണ്ട് ആത്മോപദേശ ശതകത്തിൻ്റെ 100ാമത്തെ പദ്യത്തിൽ പറയുന്നത് പോലെ അതും ഇതുമല്ല അസതർത്ഥമല്ല അഹം സച്ചിത് അമൃതം എന്ന് തെളിഞ്ഞ് ധീരനായി സതസതതി പ്രതിപത്തി അറ്റ് സത്തോം ഇതിൽ മൃദുവായി അമർന്നിടണമെന്ന ആത്മോപദേശ ശതകത്തിൻ്റെ 100ാമത് പദ്യം ഈ ഉല്ലല ഓങ്കാരേശ്വരം ക്ഷേത്രത്തിൽ ഓങ്കാരം പ്രതിഷ്ഠിച്ചതിൻ്റെ 100ാമത് വർഷം ആഘോഷിക്കുവാൻ ഇനി 2 വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് വളരെയേറെ അത്ഭുതകരമായിരിക്കുന്ന സൗഭാഗ്യങ്ങളും തന്നുകൊണ്ട് ബ്രഹ്മശക്തി എന്താണെന്നും ബ്രഹ്മത്തിൻ്റെ അനുഗ്രഹം എന്താണെന്നും ഭഗവാൻ നമുക്ക് സദാ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ധന്യ മുഹൂർത്തം ഭഗവാൻ തൃക്കരങ്ങളാൽ സ്വന്തം കൈകൊണ്ട് വെച്ച പ്ലാവാണ് പിന്നെ നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ അതിനെയൊക്കെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും സകലർക്കും സുഖവും ക്ഷേമ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും ബ്രഹ്മത്തിലേക്ക് കടക്കുവാൻ, പ്രാർത്ഥനയിലേക്ക് കടക്കാൻ, ബോധത്തോടുകൂടി പഴക്കുവാൻ ഭഗവാൻ അവസരം നൽകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉത്സവത്തിന് ഇങ്ങനെ ഒരു 2 കൊച്ചുവാക്ക് പറയുവാൻ ഭഗവാൻ തന്ന ഈ ധന്യമുഹൂർത്തം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പൂർണ്ണമായിട്ട് ഓങ്കാര ബ്രഹ്മമായിരിക്കുന്ന ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് വരുന്നവർക്കൊക്കെ ആ പ്രണവത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ധ്വനിയും അതിൻ്റെ ലക്ഷ്യവുമൊക്കെ ഭഗവാൻ പ്രാപ്തമാക്കി കൊടുക്കണമേ എന്നും കൂടി ഈ സമയത്ത് പ്രാർത്ഥിച്ച് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.